ഇതാടാ ഇവിടെ രാവിലെ ഒരു ബഹളം. ഇതാടാ കയ്യില് കുപ്പിയൊക്കെ ആയിട്ട്. പെട്രോൾ മേടിക്കാൻ. കുപ്പിയില് പെട്രോൾ വാങ്ങിച്ചിട്ട് അതിപ്പം പിള്ളേരെ കത്തിക്കാനാടാ. ഒരു ക്വാർട്ടറിനെങ്കിലും. ക്വാർട്ടർ മേടിക്കാണ്. ഇത് ബിവറേജ് ആണോ? കൊളപ്പുള്ളി അപ്പന്റെ പെട്രോൾ പമ്പ്. അതെ, ഈ കൊളപ്പുള്ളി അപ്പന്റെ കണ്ണിന്റെ ഭാഗത്തെ ഒരു മുറിവുണ്ടല്ലോ, അതെന്ത് പറ്റിയതാ? സമൂസ തിന്നപ്പോ അതിന്റെ കോണ കയറി വരഞ്ഞത്. കോണാ അവിടെ നിന്ന് അപ്പനതാ വരുന്നല്ല പറഞ്ഞു പോലെ. നിങ്ങളപ്പനാ? എന്റെ അപ്പനല്ല, കൊളപ്പുള്ളി അപ്പൻ. ഏതാടാ ഈ ചെറ്റ പരീക്ഷകൾ? മണിമംഗലത്ത് നിന്ന് പെട്രോൾ വാങ്ങാൻ വന്ന ചെറ്റകൾ. നീണ്ട 16 കൊല്ലം നെറ്റി വളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വരെ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. കണിമംഗലം ട്രാവൽസിന്റെ നാശം അത് പൂർണ്ണമാകട്ടെ എന്നിട്ട് ആലോചിക്കാൻ പെട്രോൾ കൊടുക്കുന്ന കാര്യം. കിടുക്കാച്ചി. ഈ വാശിയും വൈരാഗ്യം നിർത്തിയിട്ട് അപ്പൻ ഇനിയെങ്കിലും ഈ കണ്ണൊന്ന് തുറക്കണം. അങ്ങേരെ കണ്ണ് തുറക്കാൻ പറ്റൂലോ എന്ന് അറിഞ്ഞിട്ട് അങ്ങേരെ കളിയാക്കണടാ പുല്ല. തുടരുതന്നെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ട്. നിന്നൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന്. ഏതാ വിശ്വരൂപം? കണിമംഗലം ട്രാവൽസിന്റെ ഡ്രൈവർ, ഞങ്ങളുടെ ആറാം ഡ്രൈവർ. സംഭവം കൊള്ളാൻ വർമ്മ സാറേ. ചെറിയൊരു പ്രശ്നം. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. എന്താ കൗണ്ടറെ നാട് റോട്ടിൽ അടി വാങ്ങണേ? സവാരി ഗിരിഗിരി. പടം മാറിപ്പോയി. ശംഭോ മഹാദേവ. കറക്റ്റ്. കൈവിട്ട ആയുധവും വായിലിട്ട പഞ്ഞിമുട്ടായും ഒരുപോലെയാണ്. തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഓർത്താൽ നന്ന്. ആരാ നീ? ജഗന്നാഥൻ എന്നാണ് എൻ്റെ പേര്. ഈ കണിമംഗലത്തിൽ നിന്ന് വരികയാണ്. കുറച്ച് പെട്രോൾ കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങൾ പെട്രോൾ പുറത്തു കൊടുക്കാറില്ല. ഇതൊരു ട്രസ്റ്റ് ആണ്. അല്ലെ, ട്രസ്റ്റ് എന്ന് പറയുമ്പോ ഞാനും എൻ്റെ ആളും ആ 40 പേരും. ഈ അതൊരു പാട്ടല്ലേ? അങ്ങനല്ല, അപ്പനും ഞാനും സുഭദ്ര ചിറ്റപ്പയും മാത്രം. അതെ, ഞാൻ ഈ കണിമംഗലത്തിന്റെ ഡ്രൈവറൊന്നുമല്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു ആക്രി കച്ചവടക്കാരനാണ്. അപ്പം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എവിടെ കേക്കാൻ? പണ്ട് ഇങ്ങനെ സഹോദരൻ ആരെങ്കിലും കഥ പറഞ്ഞ അപ്പോഴുറങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആക്രി കച്ചവടക്കാരനാണ് ഞാൻ. ഈ കുറച്ച് പെട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ കൊണ്ടുവന്ന് കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടിട്ട് ഈ ബസ് അങ്ങോട്ട് കത്തിക്കും. എന്നിട്ട് കുറച്ച് ബംഗാളികളൊക്കെ വിളിച്ചിട്ട് തല്ലി പൊളിച്ച് കമ്പി പാര അങ്ങനെയുള്ള സാധനങ്ങൾ തകിടെല്ലാം വേറെ വേറെ കിട്ടും. പിന്നെ ഈ പൊളിക്കുമ്പോൾ ഈ പഴയ വണ്ടിയല്ലേ, നല്ല എൻജിൻ കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പനൊന്ന് കനിയണം പ്ലീസ്. നീ ധൈര്യമായിട്ട് വയ്ക്കോ. പെട്രോൾ ഞാൻ എത്തിക്കാം. ഓക്കെ, ഇത് അപ്പന്റെ വാക്കാണ്. ഓക്കെ, താങ്ക്സ്. ചെറ്റയാ, അതുകൊണ്ടാ ഞാൻ കളി മാറ്റി കളിച്ചത്. എന്നിട്ട് ഞാൻ ഇവിടെ കിടന്ന് കളിക്കണേന്ന് കണ്ടില്ലല്ലോ. വാ, കാണിച്ചു തരാം. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പന്റെ വാക്ക്. പഴയ ചാക്ക് രണ്ടും കണക്കാ. അവന്റെ കണ്ണുകളിൽ തീക്ഷ്ണതയുണ്ട്. അവന്റെ കണ്ണ് ചുവന്നിരിക്കുന്നു. കട്ടറമ്മടിച്ച് ആരെ കണ്ണായിരുന്നാലും ചുവക്കം. അതെങ്ങനെ നിനക്കറിയാം? കണ്ട, കാവിൽ വിളക്ക് വയ്ക്കാൻ സമയമായി. വരിക. എന്നാലും തോട്ടത്തിൽ മീനാക്ഷിയെ കാണാനെന്ന് പറയില്ല. വാ പുല്ലി, ഇങ്ങോട്ട് പോവാ. ആരാ? ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? അല്ല, ഞാനൊരു വഴിപോക്കനാണ്. വഴിപോക്കൻ എന്താ ഈ കണിമംഗലം ബസ്സിനെടുത്ത കാര്യം? നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. എന്താ ഇത്? വെള്ളയമ്പലം പമ്പിലെ തങ്കമണി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അല്ലാന്ന് പറയാൻ മുൻപ് തങ്കോണിയുടെ പമ്പിൽ പോയി പെട്രോൾ അടിച്ച ശീലമൊന്നും ഇല്ലല്ലോ. സത്യം സത്യം. നാഗർകോവിൽ ചെന്നൈ റൂട്ടിൽ ഓടുന്ന വോൾവോ ബസ്, തിളങ്ങുന്ന ഹെഡ്ലൈറ്റ്, മഴ പെയ്താൽ പോലും ആടാത്ത വൈപ്പറുകൾ എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണ് പൊട്ടനായിരിക്കണം. ഇതേതോ കട്ടപ്പുറത്തിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് പോലെ. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. കണിമംഗലം ട്രാവൽസിന്റെ മാനേജറാണോ? അതേതാ തമ്പുരാട്ടി, ഞാനറിയാത്തൊരു മാനേജർ. ഈ ഞാൻ ആരാണാവോ? ഡ്രൈവർ, കണിമംഗലം ട്രാവൽസിന്റെ 6ാമത് ഡ്രൈവർ. കണ്ടാലും പറയും ബസ് കഴുകി വൃത്തിയാക്കാൻ വന്ന ക്ലീനറാ. അല്ല, ഇപ്പൊ ആനയെക്കാളും വലിയ പിണ്ടമുള്ള കാലമാണേ. വഴി മാറുക ഡ്രൈവർ. നോക്കി പേടിപ്പിക്കുന്ന ഉണ്ടക്കണ്ണേ. എന്താ? അല്ല, ശംഭോ മഹാദേവാന്ന്. കട്ടയ്ക്കൊരെണ്ണം. വോഡ്ക വൈറ്റ് റമ്മും കരിക്കും വെള്ളവും. കാട്ടിറം. അല്ല, ഗുമ്മിന് പറഞ്ഞൊക്കെ പറയാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ഈ കാട്ടണേ?
അല്ല അത് ഞാൻ എൻ്റെ അപ്പൂപ്പിന് കൊടുത്തതാ. നിങ്ങൾ അപ്പൂപ്പ എന്റെ കണ്ണിനകത്താ കയറി ഇരിക്കണത്. അല്ല അത് അങ്ങനെ കൊടുത്ത് ശീലിച്ചു പോയി, അതുകൊണ്ടാ. ഇത് പ്രതിക്കൾക്ക്, ഇത് ആത്മാക്കൾക്ക്, ഇത് കൂടെ ഇരിക്കുന്ന എൻ്റെ 2 വാതകൾക്ക്, ഇത് എനിക്ക്. തമ്പുരാനേ, ആ ഊരുതണ്ടി എത്തിയോ? നല്ലവണ്ണം താളം കൊട്ടുന്നുണ്ടല്ലോ. താളം കൊട്ടുന്നതല്ല, പിന്നെ വെള്ള പഠിക്കാത്തോണ്ട് കൈ വരച്ചതാ. ആനാ ഇത് കുടിയന്മാരുടെ സഭയാണ്. ഈ എന്താ തമ്പുരാൻ ഇങ്ങോട്ടുള്ള ഉദ്ദേശം? വിശന്നിട്ട് വയ്യ. അപ്പൊ ഒരു പ്ലാറ്റ് ചോറ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. ആഹാരത്തിന് മുമ്പ് 2 പെഗ്ഗെടുക്കുന്ന ശീലണ്ടേ. അയ്യോ എന്താ ചെയ്യാ തമ്പുരാനെ, ഇത് ഇന്ന് 1-ാം തീയതിയാണ്. ഇത് ഞങ്ങൾ ഷെയർ ഇട്ടെടുത്തതാണ്. തരാൻ നിർവാഹമില്ല, ഷെയറാണ്. കണിമംഗലം ട്രാവൽസ് തുടങ്ങിയ അന്ന് മുതലുള്ളൊരു കിളിയാ. അന്നത്തെ പഴയ ഡ്രൈവർ തമ്പുരാൻ എനിക്കൊരു വിസിൽ തന്നിരുന്നു. ഇതങ്ങോട്ട് ഷെയറായിട്ട് സ്വീകരിച്ച് അങ്ങോട്ട് സഹകരിക്കുക എന്നോട്. ഇതെങ്ങനെയാ പ്രവർത്തിപ്പിക്കുന്നേ? ഇത് ഇങ്ങനെ വെക്കുക, എന്നിട്ടാക്കുക. എന്നാ ആക്കൂ. പ്രായം തളർത്താത്ത പോരാളി. എത്രയാ ഉദ്ദേശിക്കുന്നേ? 2 പെഗ്. അധികമാണ്. അല്ല അങ്ങനെ ഇതിന് കൂടിപ്പോയല്ലോ 1/2 പെക്ക്. അങ്ങനെ പറയരുത് തമ്പുരാൻ, എനിക്ക് 2 പെഗ് കിട്ടിയേ പറ്റൂ. അതെങ്ങനെയാ തമ്പുരാനെ ശരിയാകുന്നേ? നമുക്ക് കുടിക്കേണ്ടത് 2 പെക്കാണ്, വിൽക്കാനുള്ളത് 1/2 പെക്കിന്റെ മുതലും. അപ്പൊ എങ്ങനെയാ ഞാനത് തരുന്നേ? അങ്ങനെ പറയരുത്, എന്നെ സഹകരിച്ചേ പറ്റൂ. 2 പെഗ് തന്നേ പറ്റൂ. ഒരു കാര്യം ചെയ്യാ, തമ്പുരാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തമ്പുരാൻ കാര്യം മനസ്സിലാക്കണം, ഇത് കടമാണ്. സാധനം എടുക്കുമ്പോ 1.5 പെക്ക് എനിക്ക് തിരിച്ചു തരണം. നന്ദി തമ്പുരാനെ, നന്ദി. നന്ദി വേണ്ട, സാധനം തിരിച്ചു തന്നാ മതി. ഓക്കെ തമ്പുരാൻ. ഓക്കെ. ഇത് കൊള്ളാലോ അല്ലേ? കൊള്ളാം. ഇത് ഇങ്ങനെ ഇങ്ങനെ കൊള്ളാം. അടിപൊളി, അടിപൊളിയല്ലേ? അടിപൊളി. എന്താ എന്റെ അച്ഛൻ കുടിച്ച മദ്യത്തിന്റെ കാശ്, എന്റെ അച്ഛന്റെ വിസിൽ എനിക്ക് തിരിച്ചു വേണം. ഇതെന്താ ഇത്? ഒരാൾ കള്ള് കുടിക്കാൻ വരിക, വേറൊരാൾ കാശ് കൊണ്ടുവരിക. ഞാൻ അങ്ങനെ പണം എടുക്കുന്ന ഒരു സാധനവും തിരിച്ചു നൽകാറില്ല. ഈ വിസിലിന്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? അയ്യോ 2 പെക്ക് സാധനം കൊടുത്തിട്ടാണ് ഞങ്ങൾ മേടിച്ചതല്ലേ. കണക്ക് പറയുകയാണെങ്കിൽ 1.5 പെക്ക് തമ്പുരാൻ കടമാണ്. ഈ വിസിൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് ഞങ്ങളത് എങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഊതിക്കളിക്കും, ചിലപ്പോൾ നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കും, അല്ലെങ്കിൽ ഇതിനകത്തുള്ള കുരു എടുത്ത് നമ്മൾ ഗോലി കളിക്കും, അങ്ങനെ പലതും ചെയ്യും. അല്ലെങ്കിലും കൊരങ്ങന്റെ കയ്യിൽ വിസിൽ കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വിസിൽ എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾ തിരക്കുള്ള പാലാരിവട്ടം ബ്ലോക്കിൽ ഏർപ്പെടുമ്പോ 1/2 മണിക്കൂർ നിന്ന് വിസിൽ ഊതിയാലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. 100 ജന്മം ഒറ്റ കാലിൽ തപസ് ചെയ്താലും ശ്രുതിയും താളവും തെറ്റാതെ നീട്ടി വിസിൽ ഊതാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ തിരിച്ചറിവുണ്ടാവുമ്പോ കുറ്റബോധം ഉണ്ടാകും, കുറ്റബോധം. അലഞ്ഞിട്ടുണ്ട് ഒരുപാട്. നല്ലൊരു കിളിയാവണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് പഴയ ഒരു നാഷണൽ പെർമിറ്റ് ഡ്രൈവറുടെ അടുത്താ. മൂപ്പര് ഭയങ്കര നല്ല ഡ്രൈവിങ്ങാ. ആവശ്യം അറിയിച്ചപ്പോൾ ഫിസിലടിക്കാൻ പറഞ്ഞു. ഒരു തണ്ടിയുടെ ഓട്ടക്കീച്ചയിൽ ഫിസിലുമില്ല, പിപിയുമില്ല. ഒടുവിൽ കുട്ടിക്കാലത്ത് പിപി അടിക്കാൻ പഠിപ്പിച്ച അപ്പു അണ്ണനെ മനസ്സിൽ വിചാരിച്ച് 2 വിരൽ പൊക്കി നാക്ക് മുടക്കി വാറ്റാടി. ആശാം ഫ്ലാറ്റ് വിറയാർന്ന കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഇന്നും തീരാത്ത ഫിസിലടിയുടെ നിർത്താത്ത പ്രവാഹം. സബറോംഗി സിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതി ഹെ എന്ന് പറഞ്ഞ ഒന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോണ്. ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്. ഇത് ഇവിടെ ഇരിക്കേണ്ടതാണ്. ഇപ്പോഴാണ് കറക്റ്റ് ഡ്രൈവറായ ഞങ്ങളുടെ 6ാം ഡ്രൈവർ. ബസ് പൊളിക്കുന്ന കാര്യം എന്തായി? അതാ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണത്. തക്കാത്തിന് കിട്ടിയെങ്കിൽ ആയിക്കോ. അങ്ങനെ ആ സാറ് ഈ സാറും കൂടെ ഇവിടെ ഉണ്ടാക്കാൻ നോക്കണ്ട. കയ്യാങ്കളി വേണ്ട. ബസ് പൊളിക്കാൻ സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. അറിയിക്കാവുന്നില്ല, അപ്പം നേരിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പാ കേറി വാപ്പാ. പിച്ചക്കാരെ പോലെ ആയിപ്പോയില്ലേ എന്റെ വിളി.
നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ സൂത്രശാലിയായ കുറുക്കനാണെന്ന്. ഈ സാധനം കിട്ടിയാലല്ലേ നീ പെട്രോൾ അടിക്കൂ. നീ പെട്രോൾ അടിക്കുന്ന എനിക്കൊന്ന് കാണണം. അപ്പനല്ല, ഇനി അപ്പന്റെ അപ്പനായിരുന്നാലും ശരി, കണിമംഗലം ട്രാവൽസിന്റെ അടുത്ത് കൊണ്ടുവരും ഈ നോസ്. ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുത്തിക്കും. ഞാൻ തന്നാലല്ലേ നീ അടിക്കൂ. നീ അടിക്കുന്നത് എനിക്കൊന്ന് കാണണോടാ. പോകച്ച പോകച്ച പോകച്ച. അതെന്താടാ? യവ ചമ്മി എന്റെ കൗണ്ടർ വായിച്ചതാണപ്പാ. വാ വാ, നമുക്ക് പോവാം. തമ്പുരാനെ 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 വന്നോ? കിട്ടി തമ്പുരാനെ, വാ, കിട്ടി. വാ. അത് ഇവിടെ എടുത്ത് വെക്കാം, ഇവിടെ എടുത്ത് വെക്കാം. വേണ്ട വേണ്ട, തുറന്നാ മതി. കാണട്ടെ, പെട്ടെന്നായിക്കോട്ടെ. കിട്ടി തമ്പുരാനെ, നമ്മൾ രക്ഷപ്പെട്ടു തമ്പുരാനെ. തമ്പുരാനെ ദാ തമ്പുരാൻ, തമ്പുരാനെ കണ്ട, പേടിക്കണ്ട. അറിയാവുന്ന നാറിയ കറികളൊക്കെ അപ്പം കളിക്കുമെന്ന് എനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് ക്ലിക്കാർഡ് വഴി ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയത്. ഇത് കൊണ്ടുപോയി കണിമംഗലത്ത് കൊണ്ടുവന്ന് പെട്രോൾ അടിച്ചോ. എല്ലാവരും അടിച്ച് പൊളിച്ച്. ഇനി കണിമംഗലം ട്രാവൽസ് ഇറങ്ങട്ടെ. നേരത്തെ അപ്പൊ ഞാൻ വന്ന് എന്റെ ജോലിയുടെ ഉദ്ദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഇറങ്ങുകയാണ്. പോകുമ്പോ ഒരു പഴയ ഫിസിലും അതിന്റെ കുരുവും ഞാൻ കൂടെ കൂട്ടും. വാ. അല്ല തമ്പുരാനെ, തമ്പുരാനെ പോകരുത്. എന്തായി കാട്ടണേ? തമ്പുരാനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. സമ്മതിക്കില്ല.